ഇന്നത്തെ ദിവസം ഞാൻ തണുപ്പുള്ള ആഹാരങ്ങൾ മാത്രമായിരിക്കും കഴിക്കാൻ പോകുന്നത്. ഞാൻ എന്തൊക്കെയാണ് കഴിച്ചതെന്നും എങ്ങനെ ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തതെന്നും നമുക്ക് ഇതിലൂടെ നോക്കാം. രാവിലെ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് വലിയൊരു പണി കിട്ടിയത്. വണ്ടിയുടെ ടയർ പഞ്ചറായിപ്പോയി. ഇനിയിപ്പോൾ കാറ്റടിക്കാനായിട്ട് വേറൊരു വഴിയില്ല. അതുകൊണ്ട് നേരെ അങ്ങ് നടക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ എനിക്ക് ബസ്സിന് വേണം പോകാനായിട്ട്. അതിനുവേണ്ടി ഇപ്പോൾ ജംഗ്ഷനിലോട്ട് ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുവാണേ. അങ്ങനെ ഇപ്പം ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. എനിക്ക് പോകേണ്ട വണ്ടി വന്നിട്ട് ഇപ്പോൾ അത് തിരിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഇപ്പൊ എനിക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് ആയിട്ടുണ്ട്. ഇത് തുറക്കേണ്ടത് മേപ്പോട്ടാണെന്ന് ആരോ ഇട്ടിട്ടുണ്ടെങ്കിലും ഞാൻ വെറുതെ താപ്പോട്ടിട്ട് പിടിച്ച് നാണം കെട്ട്. അങ്ങനെ ഇപ്പൊ അവസാനം ഒരു വിധത്തിൽ തുറന്നു. ബസ്സേ കയറി കഴിഞ്ഞാൽ നമുക്കെല്ലാം ഉണ്ടാകുന്ന മെയിൻ ഒരു മിസ്റ്റേക്ക് ആട്ടോ ഇത്. അങ്ങനെ അവിടെ നമ്മുടെ ഓട്ടോ കിടപ്പുണ്ടായിരുന്നു. അവിടെ നിന്ന് ഓട്ടോ ഞാൻ ഇങ്ങെടുത്തു. അവിടെ നിന്ന് ഇപ്പൊ നേരിട്ട് അടുത്തുള്ളൊരു ബേക്കറിയിലോട്ട് പൊക്കോണ്ടിരിക്കുവാണേ. തണുപ്പുള്ള ആഹാരം മാത്രമാണ് കഴിക്കുന്നത്. അതുകൊണ്ട് താണ്ട ആദ്യം തന്നെ ഒരു ഐസ്ക്രീം അങ്ങ് എടുത്തു. അതിന്റെ കൂടെ തന്നെ ഈ ഒരു ജ്യൂസും. ആദ്യം തന്നെ ഐസ്ക്രീം അങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് വണ്ടി ഒരു സൈഡിലോട്ട് നിർത്തിയിട്ട് ഇപ്പൊ ഐസ്ക്രീം ഞാൻ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുവാണേ. ഐസ്ക്രീം കഴിച്ചതിന്റെ പുറകെ ജ്യൂസും കൂടെ അങ്ങ് കുടിക്കാമെന്ന് വിചാരിച്ചു. ഇത്ര ജ്യൂസിന്റെ തന്നെ വേറെ ഫ്ലേവർ ഞാൻ നേരത്തെ കുടിച്ചിട്ടുള്ളതാണ്. ഇതാണെന്നുണ്ടെങ്കിൽ ഗ്രീൻ ആപ്പിളിന്റെ ആണ്. ഈ ഒരു ജ്യൂസിനകത്ത് അവരെന്തോ ഒരു സംഭവം ഇട്ടിട്ടുണ്ട് കേട്ടോ. സംഭവം ഒന്ന് കുടിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമുക്ക് കുടിക്കാനൊക്കെ തോന്നും. പക്ഷെ ചെറിയൊരു ബോട്ടിലിന് 65 രൂപയാണേ. അവിടുന്ന് വീണ്ടും മുമ്പോട്ട് തന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നാ പിന്നെ തണുത്തൊരു ഷാർജ തന്നെ ഞാൻ കുടിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഷാർജ മേടിച്ചിപ്പോൾ അത് കുടിച്ചുകൊണ്ടിരിക്കുവാണേ. മുമ്പേ ഒരു കുപ്പി വെള്ളം കുടിച്ചതുകൊണ്ട് വയർ അത്യാവശ്യം ഫുള്ളായിട്ടിരിക്കുവാണ്. ഇനി ഷാർജ മൊത്തം കുടിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അവിടുന്ന് പിന്നെ പോരുന്നിട്ട് താണ്ട വീണ്ടും അടുത്തൊരു ബേക്കറി കയറി. ഇവിടുന്ന് കുറേ അധികം സാധനങ്ങൾ വാങ്ങിയിട്ട് നേരെ വീട്ടിൽ ചെന്നിട്ട് തണുക്കാൻ വേണ്ടിയിട്ടെല്ലാം ഫ്രിഡ്ജ് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം 1.5-2 മണിക്കൂർ അടുത്തായിട്ടുണ്ട്. അങ്ങനെ വെച്ചിരുന്ന ഒരു പേസ്ട്രിയുടെ കേക്ക് എടുത്തിട്ട് ഇപ്പം ഞാൻ കഴിക്കാൻ പോവാണേ. നല്ല പോലെ തണുത്തിട്ടുണ്ട്. ഈ ബോക്സിൽ പിടിക്കുമ്പോൾ കണ്ടില്ലേ അത് വളഞ്ഞു പോകുന്നത്. കേക്കും ഇപ്പോൾ ഒരുവിധം അങ്ങനെ കല്ല് പോലെ ആയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ എന്തായാലും പേസ്ട്രിയുടെ കേക്കും കൂടെ അങ്ങ് കഴിച്ചു തീർത്തു. അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലൊരു മഴ പെയ്തു. ഇത് കണ്ടില്ലേ ഗൈസ്, ഞങ്ങളുടെ വീട്ടിലെ പൂച്ച മഴ കാരണം പഴയ ഒരു തുണി എടുത്തിട്ട് പുതച്ചിരിക്കുന്നത്. അതൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ പോയിട്ട് ഗ്യാസ് കത്തിച്ചിട്ട് ഒരു മാഗി അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉണ്ടാക്കിയിട്ട് ചൂട് പറക്കുന്ന മാഗി ഇപ്പൊ താണ്ട തണുക്കാൻ വേണ്ടിയിട്ട് നേരെ ഫ്രിഡ്ജിനകത്തോട്ട് കയറ്റി വെച്ചു. സമയം ഇപ്പൊ ഏകദേശം 4 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ചെന്നിട്ട് താണ്ട ആ മാഗി അങ്ങ് എടുത്തു. മാഗി ഫ്രിഡ്ജ് വെച്ചിട്ട് നല്ലപോലെ തണുത്തു. ഇപ്പൊ താണ്ട ഒരു ബോള് പോലായി. സ്പൂണ് വെച്ചിട്ട് കറക്കുമ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ടാണ് കേട്ടോ കറങ്ങുന്നത്. അങ്ങനെ ഇപ്പൊ എന്തായാലും മാഗി അങ്ങ് കഴിച്ചു. സമയം ഇപ്പൊ ഏകദേശം വൈകുന്നേരമായി. മേടിച്ച സാധനങ്ങളെല്ലാം അതേപടി ഫ്രീസറിൽ തന്നെയാണ് കേട്ടോ വെച്ചിരുന്നത്. വൈകുന്നേരം അങ്ങനെ ഇപ്പം ബ്രെഡും ജാമും ആണ് കേട്ടോ കഴിക്കാൻ പോകുന്നത്. ഫ്രീസറിൽ വെച്ചിരുന്നതുകൊണ്ട് ജാമ നല്ലപോലെ അങ്ങ് കട്ടയായിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ നോർമലായിട്ട് കഴിക്കുന്ന അത്രയും ടേസ്റ്റ് ഇല്ല ഇങ്ങനെ കഴിക്കുമ്പോൾ. എന്തോ ഒരുമാതിരി വെള്ളം പിടിച്ചിരുന്ന് കഴിക്കുന്ന പോലെ ഒരു ഫീല്. അങ്ങനെ അതും കൂടെ കഴിച്ചതിന് ശേഷം ഇനിയിപ്പോൾ ലാസ്റ്റ് ഐറ്റം ദാണ്ട് എന്റെ ഫ്രീസർ ഇപ്പൊ കാലിയായിട്ടുണ്ട് കേട്ടോ. ഗ്രേപ്പ് ജ്യൂസും കൂടെ അങ്ങ് കുടിക്കാൻ പോവാണ്. ജ്യൂസ് അങ്ങനെ ആദ്യമേ ഒരുപാട് കുടിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് എന്തോ ഒന്ന് വായിലോട്ട് വീണു. വാർത്തയിലൊക്കെ കാണുന്നത് പോലെ വല്ല പല്ലിയോ പുഴയോ വല്ലോ ആണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷെ എന്നുണ്ടെങ്കിൽ അതൊരു ഗ്രേപ്പിന്റെ പൾപ്പായിരുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും മറക്കല്ലേ. എന്നാൽ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.